ബൈജു, വൈകിയെങ്കിൽ പോലും ഈ അർജുൻ ആംഗിയുടെ അറസ്റ്റ് പോലീസിനും അതുപോലെ സർക്കാരിനും ഒക്കെ എത്രത്തോളം ആശ്വാസകരമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും? കാരണം ഇദ്ദേഹം ഏറെ വെല്ലുവിളികളാണ് നമ്മുടെ പോലീസ് സേനയ്ക്കൊക്കെ എതിരെ ഉയർത്തിയിരുന്നത്. പോലീസ് സേനയ്ക്കും ആഭ്യന്തരമന്ത്രിക്കൊക്കെ എതിരെ വലിയ വെല്ലുവിളികളും മാസ് ഡയലോഗ്സും ഒക്കെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഈ അറസ്റ്റ് തീർച്ചയായും ഒരു ആശ്വാസകരമായ ഒരു സംഭവം തന്നെയാണല്ലേ? തീർച്ചയായും സാറാ, പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നാണക്കേടുണ്ടാക്കിയ കഴിഞ്ഞ 4 ദിവസമായി പോലീസിനെ വട്ടം കറക്കിയ ഒരു പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സുമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടും ക്രിമിനൽ, അങ്ങനെ തന്നെ പറയാം. ആ രീതിയിലുള്ള ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഇയാളെ ഒളിവിൽ കഴിയാൻ ഇത്തരത്തിൽ സഹായിച്ച ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. അതായത് 1.5 മണിക്കൂറോളമായി ഇപ്പോൾ അർജുൻ നായങ്കിയെ ടൗൺ പോലീസിന്റെ നേതൃത്വത്തിൽ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായും പോലീസ് ചോദിച്ചറിയുന്നത് അത് തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തളിപ്പറമ്പിലെ ഒരു ബാറിൽ ഇയാൾ ഒളിവിൽ താമസിക്കുകയായിരുന്നു. അവിടെ നിന്നും ഓട്ടോറിക്ഷയിൽ കണ്ണൂരിലേക്ക് എത്തുകയായിരുന്നു. അതായത് നിയമസഹായം തേടി അഭിഭാഷക സുഹൃത്തിനെ കാണാനാണ് എത്തിയത്. ആ ഒരു സമയത്ത് ഓട്ടോ ഡ്രൈവറാണ് സംശയം തോന്നി പോലീസിന് ഈ വിവരം അറിയിക്കുന്നത്. അങ്ങനെ പോലീസ് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. പക്ഷെ പിടികൂടുമ്പോഴും നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, കടലിൽ പോയവരെ കാണാൻ സാധിച്ചോ എന്ന പരിഹാസം അപ്പോഴും ആ പരിഹാസം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസ് അത് ഒരുപക്ഷെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും അതുപോലെ തന്നെ പോലീസിനെയും അവഹേളിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടു. അതാണ് കണ്ണൂരിലുള്ള കേസ്. അതോടൊപ്പം കോതമംഗലം പോലീസ്, എറണാകുളത്ത് കോതമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുണ്ട്. ആ കേസിൽ അർജുൻ നായങ്കിയെ അവർക്ക് കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും അർജുൻ നായങ്കിയെ ചോദ്യം ചെയ്യുന്നു. ഏതായാലും അഴീക്കോട് സ്വദേശിയാണ് അർജുൻ നായങ്കി. കേരളത്തിൽ ഉടനീളം ക്രിമിനൽ ബന്ധം, കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം, അങ്ങനെ വലിയ തോതിൽ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന ഒരാൾ കഴിഞ്ഞ 4 ദിവസമായി ആഭ്യന്തര വകുപ്പിനെയും അതുപോലെ തന്നെ പോലീസിനും ഒക്കെ വെല്ലുവിളിച്ച് പോസ്റ്റുകളിട്ട് ഇത്തരത്തിൽ പോലീസിന്റെ കൺമുന്നിലൂടെ തന്നെ റോഡ് മാർഗം കണ്ണൂരിലേക്ക് എത്തുന്നു. അങ്ങനെ കണ്ണൂരിലെത്തി ഒളിവിൽ കഴിയുന്നതിനിടയിൽ അഭിഭാഷകയെ കാണാനെത്തുമ്പോഴാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കീഴടങ്ങാനെത്തുമ്പോഴാണ് പിടിയിലായെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇതിലൊക്കെ ഒരു സ്ഥിരീകരണം വരണം. അതിനുമപ്പുറം ആരൊക്കെയാണ് അർജുൻ നായങ്കിക്ക് ഇത്തരത്തിൽ ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തത്, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അവരെ കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും സാറ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. തുടർച്ചയായി പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ എതിരെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേയിരുന്ന ഒരു കൊടും ക്രിമിനൽ, ആ ക്രിമിനലിനെ പിടികൂടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോഴും അർജുൻ നായങ്കിയെ പിടികൂടിയില്ലെങ്കിൽ അതിന് വലിയ നാണക്കേടുണ്ടാക്കുമായിരുന്നു. കാരണം CPM നേതാക്കൾ ഉൾപ്പെടെ തള്ളിപ്പറയുന്ന സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അത് MP ജയരാജനായാലും MP ഗോവിന്ദനായാലും പിണറായി വിജയനായാലും ഇത്തരത്തിൽ തള്ളിപ്പറയുന്ന സാഹചര്യമാണ്. ഏതായാലും ഈ അർജുൻ നായങ്കിയുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസിലാണ് അർജുൻ നായങ്കി ആദ്യമായി ഒരു ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അറസ്റ്റിലാകുന്നത്. അവിടെ ഇത്തരത്തിൽ സ്വർണം പൊട്ടിക്കൽ സംഘം എത്തിയപ്പോൾ അവരെ വാഹനം ഇടിച്ച് അവർ 5 പേർ മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. ആ കേസിൽ പ്രതിയാകുന്നു. അതോടുകൂടിയാണ് അർജുൻ നായങ്കിയുടെ ക്രിമിനൽ പ്രവർത്തനം സംബന്ധിച്ച വലിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതോടുകൂടി ഈ CPMന്റെ നേതാക്കൾ ഉൾപ്പെടെ അർജുൻ നായങ്കി ഒരു പാർട്ടി പ്രവർത്തകനല്ല, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയ സംരക്ഷണം അർജുൻ നായങ്കിക്ക് പാർട്ടിയിൽ നിന്ന് ലഭിച്ചു എന്നൊരു ആക്ഷേപം ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അഴീക്കോട് DYFI യൂണിറ്റ് സെക്രട്ടറിയായാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്നത്. പിന്നീട് കണ്ടത് സൈബർ ഇടത്തിൽ വലിയ തോതിൽ സൈബർ പോരാളിയായി, CPMന് വേണ്ടി സൈബർ പോരാളിയായുള്ള അർജുൻ നായങ്കിയാണ്. അങ്ങനെ വലിയ തോതിൽ ഈ ഒരു ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസമായി പോലീസ് വലവിരിച്ച് വലിയ തോതിൽ പരിശോധന നടത്തുമ്പോഴും ഓരോ മണിക്കൂർ ഇടവിട്ട് അർജുൻ നായങ്കിയുടെ പോസ്റ്റുകൾ വരുന്നു. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പരിഹസിച്ചുകൊണ്ടും പോലീസിനെ പരിഹസിച്ചുകൊണ്ടും അങ്ങനെ വലിയ തോതിൽ വെല്ലുവിളിച്ച്, നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ച് നടന്ന ഒരു പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കേരള പോലീസിനെ ആശ്വസിക്കാം. ഇനി അറിയേണ്ടത് ആരൊക്കെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രിമിനൽ ബന്ധമുള്ള കൊട്ടേഷൻ സംഘങ്ങളുമായി വലിയ ബന്ധമുള്ള കൊട്ടേഷൻ സംഘങ്ങളുടെ നേതാവ് എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തെല്ലാം ക്രിമിനൽ പ്രവർത്തനങ്ങൾ അർജുൻ നായങ്കി ചെയ്തിട്ടുണ്ട്, അത്തരം കാര്യങ്ങൾ ഇനി പോലീസ് കണ്ടെത്തുമോ, അർജുൻ നായങ്കിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകളെ പിടികൂടുമോ, അത്തരം കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ അറിയാം. ഏതായാലും ഇപ്പോൾ കണ്ണൂർ കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ആകെ വന്നിട്ടുള്ള ഒരു മറുപടി അർജുൻ നായങ്കിയെ ഇത്തരത്തിൽ വളഞ്ഞിട്ട് പിടികൂടിയെന്നാണ്. ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ വിശദമായ ഒരു വാർത്താ സമ്മേളനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു പറയണം എന്ന് കൃത്യമായി അറിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു ഉണ്ടാവുക. ഏതായാലും കണ്ണൂരിൽ ഇപ്പോൾ DCC പ്രസിഡന്റ് നൽകിയ ഒരു പരാതിയാണ്. അത് രമേശ് ചെന്നിത്തലയെ
പുള്ളിയെ അവഹേളിച്ച് സൈബർ ഇടത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതാണ്. അതൊരു പക്ഷേ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. അങ്ങനെ ഒരു അഭിഭാഷകയെ കാണാനെത്തിയ സമയത്താണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതും ഒരു ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നി പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് വളഞ്ഞിട്ട് പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസമാണ്. പക്ഷെ അപ്പോഴും ആരൊക്കെയാണ് ഈ ഒരു കാർമാർഗം ഇങ്ങനെ കണ്ണൂരിലേക്ക് എത്താൻ അർജുൻ നായകയെ സഹായിച്ചത്, അവരെ കണ്ടെത്തേണ്ടതുണ്ട്, അവരെ വിശദമായി പിടികൂടേണ്ടതുണ്ട്. ഏതായാലും അർജുൻ നായകയുമായി അടുത്ത ബന്ധമുള്ള 8 പേരെ വളപട്ടണം പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു, കരുതൽ തടങ്കലിലെടുത്തിരുന്നു. ഇവരെ വിശദമായി ചോദിച്ചറിഞ്ഞതിൽ നിന്നാണ് അർജുൻ നായകി കണ്ണൂരിൽ തന്നെ ഉണ്ട് എന്ന് പോലീസിന് വിവരം ലഭിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് വലവിരിച്ച് ഇന്നലെ രാത്രിയൊക്കെ വലിയ പരിശോധന പലയിടങ്ങളിലും പല പാർട്ടി ഗ്രാമങ്ങളിലും പോലീസ് അരിച്ചു പൊറുക്കി. പക്ഷെ അപ്പോഴൊന്നും പിടികൂടാൻ സാധിച്ചില്ല. നമ്മളിപ്പോൾ അറിഞ്ഞതുപോലെ തന്നെ തീർച്ചയായും പോലീസ് സേനയ്ക്കൊക്കെ വളരെ വലിയ ആശ്വാസം തന്നെയാണ് ഈ ഒരു അറസ്റ്റ് എന്ന് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.